തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ സ്നേഹമുള്ള നാമത്തിൽ വന്ദനം. കൃതജ്ഞതയോടെ സ്തുതിക്കാം. സ്വർഗത്തിൽ കോടാനകോടി മാലാഖമാരുടെ സ്തുതിയുടെ സിംഹാസനത്തിൽ ആയിരിക്കുന്ന ദൈവത്തെ നമുക്കും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കാം. സങ്കീർത്തനം 119:175 അങ്ങേ സ്തുതിക്കാൻ വേണ്ടി ഞാൻ ജീവിക്കട്ടെ എന്ന് പറയുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു വർഷത്തിന്റെ അവസാന നാളുകളിലാണ് നമ്മൾ. എത്രമാത്രം നന്മകളും അനുഗ്രഹങ്ങളുമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതെന്ന് ഓർത്തു നോക്കിയാൽ ഓരോ നിമിഷവും നന്ദി പറയുവാൻ നമുക്ക് സാധിക്കും. കാരണം മനുഷ്യൻ നന്ദിയുള്ളവനായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നന്ദി എന്ന് പറയുമ്പോൾ ഒരു കുഷ്ഠരോഗിയുടെ കാര്യമാണ് ഓർമ്മ വരുന്നത്. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 17-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കും. നമുക്കറിയാം, കർത്താവ് 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്നു. എന്നാൽ അവരിൽ ഒരുവൻ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്ന് യേശുവിന്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു. അപ്പോൾ യേശു ചോദിക്കുന്നു, 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേർ എവിടെ? സങ്കീർത്തനം 50:14 കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി എന്ന് പറയുന്നു. വീണ്ടും 23 ബലിയായി കൃതജ്ഞത അർപ്പിക്കുന്നവൻ എന്നെ ബഹുമാനിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ വ്യക്തിപരമായി ദൈവത്തെ നന്ദി പറഞ്ഞ് സ്തുതിക്കുമ്പോൾ സ്വർഗ സിംഹാസനത്തിൽ നിന്നും നമ്മുടെ അടുത്തേക്ക് അവിടുത്തെ സാന്നിധ്യം ഇറങ്ങി വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. വചനം പറയുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. 1 സാമുവേൽ 2:30 എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും. കർത്താവേ, ഞാനൊന്നും സ്വന്തമായി നേടിയതല്ല, എല്ലാം അവിടുത്തെ ദാനമാണ് എന്ന് നമ്മൾ ദൈവത്തെ മാനിച്ചുകൊണ്ട് പറയുമ്പോൾ അവിടുത്തെ വാഗ്ദാനങ്ങളെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ നിറവേറ്റപ്പെടും. നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ നിറവുകളായി മാറും. സങ്കീർത്തനം 103 പറയുന്നത് പോലെ നമ്മുടെ ആത്മാവ് എപ്പോഴും കർത്താവിനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും വേണം. അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും നമ്മൾ മറന്നു പോകരുത് എന്നാണ് പറയുന്നത്. നമ്മൾ അപ്രകാരമായിരിക്കുമ്പോൾ അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു, അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു, അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു, നിന്റെ യൗവനം കഴുകൻ്റേതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി നിന്റെ ജീവിതകാലം അത്രയും നിന്നെ സംതൃപ്തനാക്കുന്നു എന്ന് അവിടുന്ന് പറയുന്നു. സങ്കീർത്തനം 30:12 സ്നേഹമുള്ള സഹോദരങ്ങളെ, ദാവീദിനെ പോലെ നമുക്കും പറയാം, ഞാൻ മൗനം പാലിക്കാതെ അങ്ങയെ പാടി പുകഴ്ത്തും. ദൈവമായ കർത്താവെ, ഞാൻ അങ്ങേക്ക് എന്നും നന്ദി പറയും എന്ന്. നമ്മുടെ ജീവിതകാലം മുഴുവൻ ദൈവത്തിന് നന്ദി പറഞ്ഞ് വാഴ്ത്തി പുകഴ്ത്തി സ്തുതിച്ച് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. അതിനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.